അന്തരിച്ച നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസന് വിട നൽകിയ നാട്. എറണാകുളം ഉദയംപേരൂർ കണ്ടനാടുള്ള വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ. അഖിൽ TS ചേരുകയാണ് വിശദാംശങ്ങളുമായി. അഖിൽ, അല്പസമയം മുമ്പാണ് മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട കലാപ്രതിഭ ശ്രീനിവാസന് നാട് വിട നൽകിയത്. സിന്ധൂരി, തീർച്ചയായും മലയാളം സിനിമയുടെ മലയാളക്കരയുടെ അതുല്യനായ പ്രതിഭ ശ്രീനിവാസന് മലയാളക്കര ഒന്നടങ്കം വിട പറഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ആ ഭൗതികദേഹം അഗ്നിയിൽ ലയിച്ച് ഈ ഭൂമിയോട് വിട പറഞ്ഞു. അഗ്നിയിൽ ലയിച്ച് വിട പറയുമ്പോഴും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളും അദ്ദേഹം തൂലികയിലൂടെ അദ്ദേഹം ഈ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച സിനിമകളുമൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ മലയാളക്കരയോട് മലയാളികളോട് വിട പറഞ്ഞിരിക്കുന്നത്. നാട്ടിലെ ഓരോ സാധാരണക്കാരെയും തൊട്ടറിഞ്ഞ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ ഓരോരുത്തർക്കും ചുറ്റുമുള്ള ഓരോ മനുഷ്യരെയും കഥാപാത്രങ്ങളാക്കി മാറ്റി മനുഷ്യന് വേണ്ടി മനുഷ്യനായി നിന്ന് സംസാരിച്ച അതുല്യനായ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. അത്തരത്തിൽ ഓരോ സാധാരണക്കാരൻ്റെയും ഉള്ളു തൊട്ടറിഞ്ഞ ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയ്ക്കാണ് കേരളക്കരയും മലയാളമെന്നും ഒന്നടങ്കം ഇപ്പോൾ വിട ചൊല്ലിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ 8:30 ദീർഘകാലങ്ങളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. സിനിമാ മേഖലകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കണ്ടനാടുള്ള ഈ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അത്തരത്തിൽ കുറേ നാളുകളായി സജീവമല്ലായിരുന്നെങ്കിൽ കൂടി ആകസ്മികമായിരുന്ന ഒരു മരണമാണ് ഇന്നലെ രാവിലെ 8:30 സംഭവിച്ചത്. ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് തൃപ്പൂണിത്തുറയിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വെച്ചാണ് ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ മരണത്തിന് കീഴടങ്ങിയത്. ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിച്ചു. ആ പൊതുദർശനത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് മനുഷ്യരായിരുന്നു. പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരൊന്നടങ്കം കൊച്ചി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തി 3 മണിവരെ നിശ്ചയിച്ച ആ പൊതുദർശനം ആളുകളുടെ വരവ് അനുസ്യൂതമായി ഇങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ മണിക്കൂറുകൾ വീണ്ടും നീണ്ടു. അത്തരത്തിൽ മലയാളികൾ ഓർത്തെടുത്ത മലയാളികളുടെ മനസ്സിൽ ഒരുപിടി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയെ ഒരു നോക്ക് അവസാനമായി കാണുവാൻ ഒരുപാട് ആളുകളാണ് കൊച്ചി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. കേരള സർക്കാരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കൊച്ചി ടൗൺ ഹാളിലെത്തി ഔദ്യോഗികമായി ആദരാഞ്ജലി അർപ്പിച്ചു. CPM സെക്രട്ടറി, ജനറൽ സെക്രട്ടറി MA ബേബി, മുകേഷ് MLA, P രാജീവ്, സജി ചെറിയാനടക്കം അനവധിയായ ആളുകൾ ഇന്നലെ ടൗൺ ഹാളിലെത്തി. മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ സിനിമാ മേഖലകളിലെ സഹപ്രവർത്തകരും ഒപ്പം അഭിനയിച്ച ഒരുപാട് ആളുകൾ ദുഃഖാദ്രമായ മനസ്സോടെ കൊച്ചി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തി. ഇന്ന് രാവിലെ കണ്ടനാടുള്ള വീട്ടിലും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. രാവിലെ മുതൽ ആളുകളുടെ പ്രവാഹം തന്നെ കണ്ടനാടുള്ള വീട്ടിലേക്കുണ്ടായിരുന്നു. രാവിലെ മുതൽ പ്രായഭേദമന്യേ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ, വയോധികരായ ആളുകൾ വരെ ഈ കണ്ടനാടുള്ള വീട്ടിലേക്ക് ഒഴുകിയെത്തി. ഒരു നോക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ തങ്ങൾ വെള്ളിത്തിരയിൽ കണ്ടു ശീലിച്ച തങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസൻ എന്ന താരത്തെ ഒരു നോക്ക് കാണാൻ അവസാനമായി ഒഴുകിയെത്തിയത് 100 കണക്കിന് ആളുകളായിരുന്നു. അതാണ് രാവിലെ 10 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവും എന്നായിരുന്നു ഇന്നലെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സമയം 12 മണിയോടടുക്കുന്നു. ആ 12 മണി വരെ ആളുകളുടെ അനുസ്യൂതമായ വരവിങ്ങനെ തുടർന്നത് മൂലമാണ് ഈ സംസ്കാര ചടങ്ങ് ഇത്രയധികം നീണ്ടത്. അത്തരത്തിൽ മലയാളികളെ ഒന്നടങ്കം സ്വാധീനിച്ച, മലയാള മനസ്സിനെ സ്വാധീനിച്ച അതുല്യനായ പ്രതിഭ, കൈതൊട്ട എല്ലാ മേഖലകളിലും വിജയം സ്ഥാപിച്ച മികച്ച നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും എന്നിങ്ങനെ കൈവച്ച ഏതൊക്കെ മേഖലകളായിക്കോട്ടെ ആ മേഖലകളിലെല്ലാം ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഗ്നിയിൽ ലയിച്ചിരിക്കുന്നത്. ആ ഭൗതികദേഹം മാത്രമേ ലയിക്കുന്നുള്ളൂ. അദ്ദേഹം ചെയ്തു വെച്ച, അദ്ദേഹം തുടങ്ങിവെച്ച അദ്ദേഹം ജീവൻ നൽകിയ കഥാപാത്രങ്ങളും അദ്ദേഹം എഴുതി വെച്ച തിരക്കഥകളും അദ്ദേഹം സംവിധാനം ചെയ്ത മികച്ച സിനിമകളുമൊക്കെയും തലമുറകൾക്കപ്പുറവും സംസാരിക്കുന്ന രീതിയിൽ വരും കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ശ്രീനിവാസൻ ഓരോ ചിത്രങ്ങൾക്കും രൂപം നൽകിയത്. അത്തരത്തിൽ ശ്രീനിവാസൻ എന്ന അനശ്വരനായ നടൻ, അനശ്വരനായ കഥാകൃത്ത്, അനശ്വരനായ സംവിധായകൻ മലയാളികളുടെ മണ്ണിൽ എക്കാലവും ജീവിക്കും. അത്തരത്തിൽ നമുക്കറിയാം, ശ്രീനിവാസൻ ഒരു നടനും തിരക്കഥാകൃത്തും സംവിധായകനുമപ്പുറം മികച്ചൊരു കർഷകൻ കൂടിയായിരുന്നു. കൃഷിയാണ് തൻ്റെ ജീവിതമെന്ന ഉയർത്തി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കണ്ടനാടുള്ള ഈ വീട്ടിൽ നമുക്ക് ഈ വീടിന് ചുറ്റും ജൈവ കൃഷിയുടെ
വലിയ ഏക്കർ കണക്കിനോളം വരുന്ന ജൈവകൃഷിയുണ്ട്. അത്തരത്തിൽ താൻ ഏതൊക്കെ മേഖല മണ്ണിനോടും മനുഷ്യരോടും ചേർന്ന് നിന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി സംസാരിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഒപ്പം നിന്ന് എന്നും സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ എന്ന കഥാകൃത്ത് തൻ്റെ ചിത്രങ്ങൾക്ക് രൂപം നൽകിയത്. ശ്രീനിവാസൻ എന്ന അഭിനേതാവ് തൻ്റെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത നൽകിയത്. താൻ അഭിനയിച്ച ഓരോ ചിത്രങ്ങളിലും ഒപ്പം അഭിനയിച്ച ബാക്കിയുള്ള ആളുകളെല്ലാം സൂപ്പർ സ്റ്റാറുകളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി ശ്രീനിവാസൻ തൻ്റെ അഭിനയ മികവ് കൊണ്ട് ആ കഥാപാത്രങ്ങളെല്ലാം ഇന്നും മലയാളികൾ ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിർത്തുന്ന രീതിയിലേക്ക്, വളരെ മികച്ച രീതിയിലേക്ക് ശ്രീനിവാസൻ ചിത്രങ്ങളിലെ ഓരോ ഡയലോഗുകളും ഓരോ സംഭാഷണങ്ങളും ഇന്നും മലയാളികൾക്ക് കാണാപ്പാഠമാണ്. അത്തരത്തിൽ നാടോടിക്കാറ്റും സന്ദേശവും മേഘവും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങൾക്ക് രൂപം നൽകിക്കൊണ്ടാണ് ശ്രീനിവാസൻ എന്ന അനശ്വര പ്രതിഭ ഈ മലയാള മണ്ണിനോട് വിട പറയുന്നത്. ശ്രീനിവാസൻ എന്ന അനശ്വര പ്രതിഭ മാത്രമേ വിട വാങ്ങുന്നുള്ളൂ. ഇനിയും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തു വെച്ച തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന ചിത്രങ്ങളുമെല്ലാം ഈ മണ്ണിൽ അവശേഷിക്കും. വരും തലമുറയും ആ ചിത്രങ്ങൾ ചർച്ച ചെയ്യും. അത്തരത്തിൽ വരും കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ചിത്രങ്ങളും അത്തരത്തിൽ വരും കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ ചിത്രങ്ങൾക്കും 80കളിലും 70കളിലും ഒക്കെ തന്നെ വരും കാലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് രൂപം നൽകിയ ചിത്രങ്ങളൊക്കെയും ഇനിയും അതെ അഖിൽ, വളരെയധികം കൃത്യമായ രീതിയിൽ വരും കാലം തലമുറ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുകൂടി കണ്ടുകൊണ്ട് എഴുതി വെച്ച കഥകളിലൂടെ, തിരക്കഥകളിലൂടെ, അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ ഇനിയെന്നും ശ്രീനിവാസൻ മലയാള സിനിമാ ലോകത്ത് മലയാളികളുടെ ഇടനെഞ്ചിലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അഖിൽ TS ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.